ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അപ്പോൾ ആർച്ച് വിറ്റാക്കറിൻ്റെ കിങ്ഡം മുണീറ, പ്രോട്ടിസ്റ്റ, ഫംഗി അങ്ങനെ മൂന്ന് കിങ്ഡം ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിങ്ഡം പ്ലാന്റ്, കിങ്ഡം അനിമാലിയ, പിന്നെ നമ്മുടെ ചാപ്റ്ററിൻ്റെ അവസാന ചെറിയൊരു ടോപ്പിക്കായ വൈറസ്, ഫൈറോഡ്സ് ആൻഡ് ലൈക്കൻസ്, പിന്നെ നമ്മുടെ സപ്ലിമെൻ്ററി മെറ്റീരിയലുള്ള പ്രയോൺസ്. അങ്ങനെ ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ആർച്ച് വിറ്റാക്കറിൻ്റെ നാലാമത്തെ ക്ലാസിഫിക്കേഷനിൽ നാലാമത്തെ കിങ്ഡം പ്ലാന്റ്. അപ്പോൾ നമ്മുടെ ഈ കിങ്ഡം പ്ലാന്റിൽ കൂടുതലായിട്ടും കാണാൻ സാധിക്കുക യൂക്കാരിയോട്ടിക് ക്ലോറോഫിൽ ഓർഗാനിസംസ് ആണ്. യൂക്കാരിയോട്ടിക് ക്ലോറോഫിൽ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ള ക്ലോറോഫിൽ പിഗ്മെന്റ് എന്ന പിഗ്മെന്റ് കാണാൻ സാധിക്കുന്ന ഓർഗാനിസംസ് ആണ് നമുക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കുക. ക്ലോറോഫിൽ പിഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീൻ പ്ലാന്റ്സ് പ്രിപ്പയർ ഫുഡ് ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്, വാട്ടർ എന്ന പ്രക്രിയയ്ക്ക് ആവശ്യകരമായ ഒരു പിഗ്മെന്റ് ആണ് നമ്മുടെ ഈ ക്ലോറോഫിൽ. പ്ലാന്റ്സിന് ഫുഡ് പ്രിപ്പയർ വേണ്ട ഒരു പിഗ്മെന്റ്. അപ്പോൾ ഈ ക്ലോറോഫിൽ ഉള്ള ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് പ്ലാന്റ്സ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ കിങ്ഡം പ്ലാന്റിൽ നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുക നമ്മുടെ ഈ പ്ലാന്റ്സ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ പ്ലാന്റ്സിൽ ചിലത് ഹെറ്ററോട്രോപ്പിക് ആയിരിക്കും, മറ്റുള്ളതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവയായിരിക്കും. അപ്പോൾ അതിന് ഹെറ്ററോട്രോപ്പിക്കിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്, പാരാസൈറ്റ്സ് ഉണ്ട്, പിന്നെ ഒന്ന് ഇൻസെക്ടിവോറസ്. അങ്ങനെ രണ്ടെണ്ണമാണ് നമ്മുടെ ഈ കിങ്ഡം പ്ലാന്റിൽ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. രണ്ട് തരം ഹെറ്ററോട്രോപ്പിക് ഓർഗാനിസം ഉണ്ട്, പാരാസൈറ്റ്സും പിന്നെ ഒന്ന് ഇൻസെക്ടിവോറസും. അപ്പോൾ പാരാസൈറ്റിൽ പറയാനുള്ളത് നമ്മുടെ കസ്ക്യൂട്ട, നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ ഈ കസ്ക്യൂട്ട, നമ്മുടെ തൊടിയിലൊക്കെ കാണാൻ സാധിക്കുന്ന നമ്മുടെ ഒരു മഞ്ഞവള്ളി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടി നമ്മുടെ മഞ്ഞവള്ളി +2 ലാബിനൊക്കെ ചോദിക്കുന്ന ഒരു ഇതാണ്. ഒരു ടോട്ടൽ സ്റ്റെം പാരാസൈറ്റ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാനുള്ളത് നമ്മുടെ ഈ കസ്ക്യൂട്ട എന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ തൊടിയിലൊക്കെ കാണാൻ സാധിക്കുന്ന ഈ മഞ്ഞവള്ളി നമ്മുടെ ഈ പാരാസൈറ്റ്സിന് എക്സാമ്പിൾ ആണ്. നമ്മുടെ കിങ്ഡം പ്ലാന്റിലേക്ക് പാരാസൈറ്റ്സിന് ഒരു എക്സാമ്പിൾ ആണ് നമ്മളിപ്പോൾ കാണിച്ച ഈ മഞ്ഞവള്ളിയായ കസ്ക്യൂട്ട. പിന്നുള്ളത് എക്സാമ്പിൾ ആണ് നമ്മുടെ ഈ ലൊറാന്തസ്. കസ്ക്യൂട്ട ടോട്ടൽ സ്റ്റെം പാരസൈറ്റ് ആണെങ്കിൽ നമ്മുടെ ഈ ലൊറാന്തസ് പാർഷ്യൽ സ്റ്റെം പാരസൈറ്റ് ആണ്. ലൊറാന്തസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത്തിൽ കണി, നമ്മുടെ ഈ മാങ്ങ മരത്തിലൊക്കെ കാണാൻ സാധിക്കുന്ന നമ്മുടെ ഇത്തിൽ കണി. അത് ഞാൻ അന്വേഷിച്ചു, അത് കിട്ടാൻ എവിടെ ഇല്ല. അതുകൊണ്ട് നമ്മുടെ ഈ കസ്ക്യൂട്ട മാത്രമാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞ ലൊറാന്തസ്. അങ്ങനെ രണ്ടെണ്ണമാണ് നമ്മുടെ ഈ പാരസൈറ്റ്സിനുള്ള എക്സാമ്പിൾ. പിന്നെ ഇൻസെക്ടിവോറസിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ വീനസ് ഫ്ലൈ ട്രാപ്പ്, പിന്നെ ബ്ലാക്ക് ബേർഡ്. അങ്ങനെ രണ്ടെണ്ണം. വീനസ് ഫ്ലൈ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ ഇങ്ങനെ കൂർപ്പിച്ച് വെച്ചാൽ നമ്മുടെ ഇൻസെക്ട്സ് ഈ പ്ലാന്റിന്റെ സ്മെല്ല് കേട്ടിട്ട് നമ്മുടെ ഈ ഇതിന്റെ ഉള്ളിലേക്ക് വരും. അപ്പോൾ ഈ ഇൻസെക്ട്സ് നമ്മുടെ ഇതിന്റെ ഉള്ളിലേക്ക് വന്നാൽ ഈ പ്ലാന്റ്സ് ഇത് പതുക്കെ ഈ ഇതിനെ അടയ്ക്കും. എന്നിട്ട് അടച്ചതിന് ശേഷം ഈ ഇൻസെക്റ്റിലുള്ള എല്ലാ മിനറൽസും എല്ലാ ന്യൂട്രീഷനും വലിച്ചെടുത്തിട്ട് ഇത് വീണ്ടും തുറക്കും. അങ്ങനെ ഇത് വീണ്ടും ഇൻസെക്റ്റിന്റെ വേസ്റ്റ് മെറ്റീരിയൽസ് പ്ലാന്റിന്റെ താഴെ പോവും. ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇത് വലിച്ചെടുത്ത് ഇത് അതിന്റെ ലൈഫ് സൈക്കിൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് നമ്മുടെ ഈ വീനസ് ഫ്ലൈ ട്രാപ്പ് അങ്ങനെ ഉള്ളതിനെയൊക്കെ. വീനസ് ഫ്ലൈ ട്രാപ്പ് പിന്നെ വേറൊരു പ്ലാന്റ് ഉണ്ട്, അപ്പോൾ പ്ലാന്റിന്റെ പേര് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ വീനസ് ഫ്ലൈ ട്രാപ്പ് പിന്നെ ബ്ലാക്ക് ബേർഡ് അങ്ങനെ രണ്ടെണ്ണമാണ് നമ്മുടെ ഇതിനുള്ള എക്സാമ്പിൾ. ഏത്? നമ്മുടെ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിനുള്ള എക്സാമ്പിൾ. അതുപോലെ തന്നെ നമ്മൾ യൂക്കാരിയോട്ടിക് ക്ലോറോഫിൽ സ്ട്രക്ചർ അല്ലെങ്കിൽ യൂക്കാരിയോട്ടിക് ക്ലോറോഫിൽ ഓർഗാനിസം ആണ് കാണാൻ സാധിക്കുന്നത് പറഞ്ഞു. അപ്പൊ എന്താണ് യൂക്കാരിയോട്ടിക് സ്ട്രക്ചർ? യൂക്കാരിയോട്ടിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പ്രൊമിനന്റ് ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റും നമ്മുടെ സെൽവാളും ഈ യൂക്കാരിയോട്ടിക് സ്ട്രക്ചറിൽ കാണാൻ സാധിക്കും. ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റും ക്ലോറോഫിലും സെൽവാളും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. സെൽവാൾ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ സെല്ലുലോസ് എന്നൊരു പിഗ്മെന്റിലൂടെയാണ്. നമ്മുടെ ഈ യൂക്കാരിയോട്ടിക് സ്ട്രക്ചറിൽ സെൽവാൾ ഉണ്ടാക്കിയിട്ടുള്ളത് സെല്ലുലോസ് എന്ന പിഗ്മെന്റ്. അപ്പോൾ യൂക്കാരിയോട്ടിക് സ്ട്രക്ചറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന നമ്മുടെ ഈ ബോട്ടണിയിൽ തന്നെ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ചാപ്റ്റർ നമുക്ക് അന്ന് ഡിസ്കസ് ചെയ്യാം, ആ ടോപ്പിക്ക് നമുക്ക് അന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്ര മനസ്സിലാക്കി വെക്കുക. യൂക്കാരിയോട്ടിക് സ്ട്രക്ചറിൽ പ്രൊമിനന്റ് ആയിട്ട് ക്ലോറോപ്ലാസ്റ്റും സെൽവാളും ഉണ്ട്. സെൽവാൾ സെല്ലുലോസ് എന്ന പിഗ്മെന്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൻലി പ്ലാന്റ്സ് ആണ് നമ്മുടെ ഈ കിങ്ഡം പ്ലാന്റിൽ കാണാൻ സാധിക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ കിങ്ഡം പ്ലാന്റിലെ എല്ലാ പരീക്ഷയിലും ചോദിക്കാവുന്ന ഒരു ചെറിയൊരു ടോപ്പിക്കാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. നമ്മുടെ ഈ കിങ്ഡം പ്ലാന്റിന്റെ ലൈഫ് സൈക്കിൾ ആണ് നമ്മൾ ഈ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്നതിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷനിൽ രണ്ട് തരത്തിലാണ് ആ ജനറേഷൻ പോകുന്നത്. ഒന്ന് ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക്, പിന്നെ ഒന്ന് ഹാപ്ലോയിഡ് ഗ്യാമറ്റോഫൈറ്റിക്. ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് എന്ന് പറഞ്ഞാൽ സ്പോർ ബീറിംഗ് പ്ലാന്റ്സിനെയാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുക. ഏതില്? നമ്മുടെ ഈ ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക്കില്. നമ്മുടെ ഈ ഹാപ്ലോയിഡ് ഗ്യാമറ്റോഫൈറ്റില് ഗ്യാമറ്റോഫൈറ്റിക് ഗ്യാമേറ്റ്സ് ബീറിംഗ് പ്ലാന്റ്സിനെയാണ് നമുക്ക് ഈ ഹാപ്ലോയിഡ് ഗ്യാമറ്റോഫൈറ്റിൽ കാണാൻ സാധിക്കുക. അങ്ങനെ നമ്മുടെ ഈ പ്ലാന്റിലെ രണ്ട് ലൈഫ് സൈക്കിളാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ പറയാനുള്ളത് നമ്മുടെ ഈ ഡിപ്ലോയിഡിന്റെയും ഹാപ്ലോയിഡിന്റെയും ഫേസ് തമ്മിലുള്ള ഡിഫറൻസ്, ഫേസിന്റെ എത്ര കാലം ഈ ഫേസ് നടന്നു പോകുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലും പിന്നെ ഇത്
എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഫ്രീ ലിവിംഗ് ആണോ, ഇതിലൊക്കെ ഈ ഡിപ്ലോയിഡിലും ഹാപ്ലോയിഡിലും കാണുന്ന പ്ലാന്റ്സ് ഫ്രീ ലിവിംഗ് ആണോ അതോ മറ്റുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുകയാണോ എന്നതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ പ്ലാന്റിലെ പല ഗ്രൂപ്പ്സിനെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വേരി എമംഗ് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഇൻ പ്ലാന്റ്സ്. പല പ്ലാന്റ്സും നമ്മുടെ ഈ പ്ലാന്റ് എന്ന ഈ ഗ്രൂപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ് ഇതൊക്കെയാണ് നമ്മുടെ ഈ ഗ്രൂപ്പ്സിനുള്ള പ്രധാനമായിട്ടുള്ള എക്സാമ്പിൾ. അപ്പോൾ നമ്മുടെ ഡിപ്ലോയിഡ് ഹാപ്ലോയിഡിന്റെയും ഫേസിന്റെ കാലാവധി എത്രത്തോളം ഈ ഫേസ് നടന്നു പോകുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലും ഈ ഇതിൽ കാണുന്ന പ്ലാന്റ്സ് ഫ്രീ ലിവിംഗ് ആണോ, ഇൻഡിപെൻഡന്റ് ആണോ അതോ ഡിപ്പെൻഡന്റ് ആണോ, മറ്റുള്ളതിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്ന എന്നതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ പല പ്ലാന്റ്സിനെ നമ്മൾ ഇതിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ ആണ്, ആ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ആണ് നമ്മുടെ ഈ പ്ലാന്റുകളുടെ ലൈഫ് സൈക്കിളിൽ വ്യക്തമാക്കുന്നത്. അപ്പൊ ഇത്ര മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ഈ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷനിൽ 2 ലൈഫ് സൈക്കിൾ ഉണ്ട്. ഒന്ന് ഡിപ്ലോയിഡ്, അത് ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് ആണ്. സ്പോർ ബെയറിംഗ് പ്ലാന്റ്സിനെയാണ് നമുക്ക് ഈ ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റുകൾ കാണാൻ സാധിക്കുക. പിന്നെ മറ്റൊന്ന് ഹാപ്ലോയിഡ് ഗ്യാമറ്റോഫൈറ്റിക്, ഗ്യാമേറ്റ്സ് ബെയറിംഗ് പ്ലാന്റ്സിനെയാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുക. അപ്പോൾ ചെറിയൊരു ടോപ്പിക്ക് നമ്മുടെ ഈ കിങ്ഡം പ്ലാന്റിൽ നമുക്കുള്ള, അതിൽ പ്രധാനമായിട്ട് നമ്മുടെ ഈ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ആണ്. പിന്നെ ഇതിലുള്ള കുറച്ച് എക്സാമ്പിൾസ് ആയ ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിങ്ഡം പ്ലാന്റ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിങ്ഡം അനിമാലിയ. നമ്മുടെ ആർഎച്ച് വിറ്റാക്കറിന്റെ 5ാമത്തെ കിങ്ഡമായ കിങ്ഡം അനിമാലിയ. കാഴ്ച പോലെ തന്നെ ആകെ 2 വരികളും ചെറിയൊരു കാര്യമാണ് നമ്മൾ ഈ അനിമാലിയയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സാധിക്കുന്നത് മെയിൻലി അനിമൽസിനെയാണ് നമുക്ക് ഈ കിങ്ഡം അനിമാലിയയിൽ കാണാൻ സാധിക്കുക. ഹെട്രോട്രോപിക് യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. ഹെട്രോട്രോപിക് മറ്റുള്ളതിനെ ആശ്രയിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസത്തിനെയാണ് നമുക്ക് ഈ കിങ്ഡം അനിമാലിയയിൽ കാണാൻ സാധിക്കുക. അപ്പോൾ അത് ചിലത് മൾട്ടി സെല്ലാർ ആയിരിക്കും, ഒരു കൂട്ടം സെല്ലോട് കൂടി ആയിരിക്കും, പക്ഷെ സെൽവാൾ കാണാൻ സാധിക്കില്ല. അങ്ങനെയായിരിക്കും നമ്മുടെ ഈ കിങ്ഡം അനിമാലിയയിൽ കാണാൻ സാധിക്കുക. അപ്പോൾ അനിമൽസ് ആണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ അത് അനിമൽസ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കൗ എന്ന് വേണമെങ്കിൽ എടുക്കാം. അത് ഒന്നില്ലെങ്കിൽ ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ആയിട്ട് നമ്മൾ മറ്റുള്ള പ്ലാന്റ്സിനെ ഫുഡിന് വേണ്ടി ആശ്രയിക്കുന്നുണ്ട്. പ്ലാന്റ് നമ്മുടെ ഈ ഇതിൽ കാണുന്ന പല അനിമൽസും അപ്പോൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഫോർ ഫുഡ്, ഭക്ഷണത്തിന് വേണ്ടി മറ്റുള്ളതിനെ ആശ്രയിക്കുന്നു ഈ ഗ്രൂപ്പിലുള്ള ഈ കിങ്ഡത്തിലുള്ള ഓർഗാനിസംസ്. പിന്നെ ഇതിന്റെ ഡൈജഷൻ നടക്കുന്നത് ഇതിന്റെ ഇന്റേണൽ ക്യാവിറ്റിയിലാണ്. നമ്മുടെ ഈ ഓർഗാനിസത്തിന്റെ ഡൈജഷൻ നടക്കുന്നത് ഇന്റേണൽ ക്യാവിറ്റിയിലാണ്. ആ ഇന്റേണൽ ക്യാവിറ്റിയിൽ നടക്കുന്ന ഡൈജഷനിലൂടെ ഉണ്ടാകുന്ന ഫുഡ് അത് ഒന്നില്ലെങ്കിൽ ഫാറ്റ് അല്ലെങ്കിൽ ഗ്ലൈക്കോജൻ എന്ന 2 കമ്പോണന്റിലൂടെയാണ് ഈ ഇന്റേണൽ ക്യാവിറ്റിയിൽ നടന്നുണ്ടാകുന്ന ഡൈജഷനിൽ ഫുഡ് മെറ്റീരിയൽ ഇവര് സ്റ്റോർ ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ ഫാറ്റ് അല്ലെങ്കിൽ ഗ്ലൈക്കോജൻ ആയിട്ടാണ് ഇവർ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ കിങ്ഡം അനിമാലിയയിലുള്ള മോഡ് ഓഫ് ന്യൂട്രിയൻ യൂക്കാരിയോട്ടിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഹോളോസോയിക് ആണ്. എന്താണ് ഹോളോസോയിക്? ഹോളോസോയിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ ആദ്യം കഴിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് വായു, എയർ കുറച്ച് നമ്മുടെ വായിൽ പോവും. പിന്നെ ഇപ്പോൾ കുറച്ച് ചോറ് നമ്മുടെ വായിൽ പോവും, അതിൻ്റെ കൂടെ സാമ്പാർ ഉണ്ടാവും, അപ്പോൾ അതൊരു ലിക്വിഡ് സബ്സ്റ്റൻസ് ആണ്. പിന്നെ നമ്മളിപ്പോൾ വല്ല നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ അതുണ്ടാവും. അപ്പോൾ എല്ലാം കൂടിയുള്ള ഒരു മിക്സാണ്, ഒരു മിക്സിനെയാണ് നമ്മൾ ഹോളോസോയിക് അല്ലെങ്കിൽ ഇൻജക്ഷൻ ഓഫ് ഫുഡ്, ഒരു ഫുഡിന്റെ ഒരു മിക്സ് നമ്മളെല്ലാം കൂടി കുഴച്ചിട്ടല്ല കഴിക്കുക. അപ്പോൾ ഒരു ഇൻജക്ഷൻ ഓഫ് ഫുഡ്, അതിനെയാണ് നമ്മൾ ഈ ഹോളോസോയിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഗ്യാസസ് ഉണ്ടാവുക, ലിക്വിഡ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ സോളിഡ് ഫുഡ് മെറ്റീരിയൽസ് ഉണ്ടാവുക. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടിയുള്ള ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷൻ ആണ്, ഒരു ന്യൂട്രിയൻ്റ് ആണ് നമ്മുടെ ഈ കിങ്ഡം അനിമേലിയയിൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മുടെ ഈ കിങ്ഡം അനിമേലിയുള്ള ഓർഗാനിസംസ് അതിന്റെ ഹയർ ഫോംസിൽ എത്തുമ്പോൾ, അത് വലുതായി തുടങ്ങുമ്പോൾ അതിന് ന്യൂറോമോട്ടർ മെക്കാനിസം. എന്താണ് ന്യൂറോമോട്ടർ മെക്കാനിസം? നമ്മൾ 10th പഠിച്ചതാണ്. നമ്മുടെ ഈ സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ്, നമ്മുടെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ് 10th നമ്മുടെ സെൻസേഷൻ ആൻഡ് റെസ്പോൺസസിൽ പഠിച്ചതാണ്. നമുക്ക് പല കാര്യങ്ങൾ അറിയാനും അവയ്ക്കെതിരെ പ്രതികരിക്കാനുള്ള കഴിവ് അത് ഈ കിങ്ഡം അനിമേലിയുള്ള ഓർഗാനിസംസ് വലുതാവുമ്പോൾ അതിന് സ്വയം കിട്ടി തുടങ്ങും. പിന്നെ ലോക്കോമോഷൻ, അതിന് മൂവ്മെന്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഉള്ളത് അതിന്റെ മെയിൽസ് ആൻഡ് അനിമൽസും തമ്മിലുള്ള മീറ്റിംഗ്, അതിനുള്ള റീപ്രൊഡക്ഷനുള്ള കഴിവും ഇവ മെച്യൂർ ആയി തുടങ്ങുമ്പോൾ കാണാൻ സാധിക്കും. ന്യൂറോമോട്ടറി മെക്കാനിസം ഉണ്ടാവും, പിന്നെ ലോക്കോമോഷൻ ഉണ്ടാവും, പിന്നെ റീപ്രൊഡക്ഷൻ. അങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മുടെ ഈ കിങ്ഡം അനിമേലിയയിലുള്ള അനിമൽസ് ഹയർ ഫോംസിൽ എത്തുമ്പോൾ ഇവയ്ക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈറസ്, വൈറോയിഡ്സ് ആൻഡ് ലൈക്കൻസ്. പിന്നെ നമ്മുടെ സപ്ലിമെന്ററി മെറ്റീരിയലിലെ ചെറിയൊരു ടോപ്പിക് പ്രയോൺസ്. അപ്പോൾ ആദ്യം വൈറസ്. നമ്മുടെ ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പലതരത്തിലുള്ള കിങ്ഡംസ് നമ്മൾ പഠിച്ചു. അതിലൊന്നും നമ്മുടെ ഈ അസെല്ലുലാർ ഓർഗാനിസംസ് ആയ സെല്ലുലാർ അല്ലാത്ത ഈ ഓർഗാനിസംസ്, ഏതൊക്കെ ഓർഗാനിസംസ്? നമ്മുടെ ഈ വൈറസ്, വൈറോയിഡ്സ്, ലൈക്കൻസ്, ഇതിനെക്കുറിച്ച് ഒന്നും പരാമർശിച്ചിട്ടില്ല. ഏതില്ല? നമ്മുടെ ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ടോപ്പിക്കിലാണ് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് നമ്മൾ പറയുന്നത്, വൈറസ് ആൻഡ് ലൈക്കൻസ് എന്ന ടോപ്പിക്ക്. അപ്പോൾ നമ്മുടെ ഈ വൈറസ് സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഈ ജലദോഷം, അതൊക്കെ നമ്മുടെ വൈറസിനെ കൊണ്ടുള്ള രോഗമാണ്. രോഗം ഇപ്പോൾ വൈറസിനെ പറ്റി ഞാനിപ്പോൾ ഒന്നും പറയണ്ട, നമ്മളിപ്പോൾ ഇങ്ങനെ വീട്ടിലിരുന്ന് പഠിക്കുന്നതിൻ്റെ കാരണം തന്നെ നമ്മുടെ ഈ വൈറസായ നമ്മുടെ ഈ കൊറോണ വൈറസ് ആണ്. അപ്പോൾ വൈറസ് എന്നുള്ള വാക്ക് എന്ന വേർഡ് നിങ്ങൾ എന്നും കേൾക്കുന്നുണ്ടാവും. അപ്പോൾ വൈറസിനെ കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണ്ട, നിങ്ങൾ എന്നും ഈ വൈറസിനെ കുറിച്ച് വായിക്കുന്നതാണ്. അപ്പോൾ ചെറിയൊരു ടോപ്പിക്കോട് കൂടി നമുക്ക് ഈ വൈറസ് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഈ വൈറസ്, നമ്മുടെ ജലദോഷമൊക്കെ നമ്മുടെ ഈ വൈറസ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ്. അപ്പോൾ ഒരു നോൺ സെല്ലുലാർ ഓർഗാനിസമാണ് നമ്മുടെ ഈ വൈറസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലിവിങ് സെല്ലിന് പുറമേ ഇരിക്കുമ്പോൾ ഇതിന് ജീവൻ ഉണ്ടാവില്ല. അത് കണ്ടുപിടിച്ച ഒരു സയന്റിസ്റ്റ് ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇതിന് പുറമേ ഇരിക്കുമ്പോൾ ഇതിന് ജീവനില്ല. അപ്പോൾ നമ്മുടെ ഈ വൈറസിന്റെ സ്ട്രക്ചറിൽ ഒരു പ്രോട്ടീൻ കോട്ട് അല്ലെങ്കിൽ പ്രോട്ടീൻ കോട്ടിന് കൂടെ നമുക്ക് രണ്ട് ജനറ്റിക് മെറ്റീരിയൽ, ഏതെങ്കിലും ഒന്ന് രണ്ട് ജനറ്റിക് മെറ്റീരിയൽ കാണാൻ സാധിക്കും. ഏതെങ്കിലും ഒന്നേ ഒരു വൈറസ് കാണാൻ സാധിക്കില്ല. അതൊന്നില്ലെങ്കിൽ DNA ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ RNA റൈബോ ന്യൂക്ലിക് ആസിഡ്, അങ്ങനെ ഏതെങ്കിലും ഒരു ജനറ്റിക് മെറ്റീരിയൽ പിന്നെ ഒരു പ്രോട്ടീൻ കോട്ടും നമ്മുടെ ഈ വൈറസിനെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് പറയാനുള്ളത് പല സയന്റിസ്റ്റ് വൈറസിനെ പറ്റി പഠിച്ച് വൈറസിനെ പറ്റി കണ്ടുപിടിച്ച പല കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാസ്റ്റർ DJ ഇവനോസ്കി. ഇദ്ദേഹം പറഞ്ഞതാണ് നമ്മുടെ വൈറസ് എന്ന് പറയുന്നത് വെനം അല്ലെങ്കിൽ പോയിസണസ് ഫ്ലൂയിഡ് എന്ന ഒരു ടേം. നമ്മുടെ ഈ വൈറസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെനം അല്ലെങ്കിൽ പോയിസണസ് ഫ്ലൂയിഡ് എന്ന ഒരു ഐഡന്റിഫിക്കേഷൻ കൊണ്ടുവന്നത് നമ്മുടെ ഈ പാസ്റ്റർ DJ ഇവനോസ്കിയാണ്. അപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ച ഒരു വൈറസ് ആണ് TMV, ടൊബാക്കോ മൊസൈക്ക് വൈറസ്. നമ്മുടെ ഈ ടൊബാക്കോയിലൊക്കെ കാണുന്ന, നമ്മുടെ ഈ പുകയിലയിലൊക്കെ കാണാൻ സാധിക്കുന്ന ടൊബാക്കോ മൊസൈക്ക് വൈറസ്, അത് കണ്ടുപിടിച്ചത് പാസ്റ്റർ DJ ഇവനോസ്കി 1892. പിന്നെ പറയാനുള്ളത് MW ബെയ്ജേണി. അദ്ദേഹം കണ്ടുപിടിച്ചത് നമ്മുടെ ഇൻഫെക്റ്റഡ് ടൊബാക്കോ മൊസൈക്കിൽ നിന്നും വലിച്ചെടുത്ത ഫ്ലൂയിഡ് വേറെ ഏതെങ്കിലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ടൊബാക്കോ പ്ലാന്റിൽ ചേർക്കുമ്പോൾ അതിനും രോഗം സംഭവിക്കുന്നു. അപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചത്, അദ്ദേഹം extract the fluid from infected plant of tobacco cause diseases to the other healthy plant. ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ടൊബാക്കോ പ്ലാന്റിൽ നിന്നും നമ്മൾ ഒരു ഫ്ലൂയിഡ് വലിച്ചെടുക്കുമ്പോൾ ആ ഫ്ലൂയിഡ് മറ്റൊരു ഹെൽത്തി ആയിട്ടുള്ള ടൊബാക്കോ പ്ലാന്റിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ പല രോഗങ്ങളും കാണാൻ സാധിക്കും. ഈ ടൊബാക്കോ മൊസൈക്ക് എന്ന രോഗം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഫ്ലൂയിഡിന് അദ്ദേഹം ഒരു പേര് നൽകി, കൊണ്ടാജിയം വൈവിയം ഫ്ലൂയിഡ് എന്ന ഒരു പേര് നമ്മുടെ MW ബെയ്ജേണി 1898 കൊണ്ടാജിയം വൈവിയം ഫ്ലൂയിഡ് എന്ന ഒരു ഫ്ലൂയിഡ് കണ്ടുപിടിച്ചു. പിന്നെ പറയാനുള്ളത് WM സ്റ്റാൻലി. അദ്ദേഹം കണ്ടുപിടിച്ചത് നമ്മുടെ ഈ വൈറസ് എല്ലാം ഇനേർട്ട് ആണ്. ഇനേർട്ട് എന്ന് വെച്ചാൽ അത് ഇനാക്റ്റീവ് ആണ്, അതിനൊരു മൂവ്മെന്റും ഇല്ല, ഒന്നുമില്ല. എങ്ങനെ പുറമേ ഇരിക്കുമ്പോൾ നമ്മുടെ കൊറോണ വൈറസിനെ പോലെ തന്നെ അത് പുറമേ ഇരിക്കുമ്പോൾ അത് ഇനേർട്ട് ആയിരിക്കും. നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമേ അത് ആക്റ്റീവ് ആവുള്ളൂ. അത് ആക്റ്റീവായി കുറച്ച് 14 ദിവസമൊക്കെ കഴിയുമ്പോഴാണ് അതിൻ്റെ ഇത് പ്രകടിപ്പിച്ച് തുടങ്ങുന്നത്. അപ്പോൾ പുറമേ ഇരിക്കുമ്പോൾ അത് ഇനാക്റ്റീവ് ആയിരിക്കും. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഹോസ്റ്റ് സെല്ലിൽ കയറുമ്പോഴായിരിക്കും അത് ആക്റ്റീവ് ആവുക, എന്നിട്ട് നമ്മുടെ ഹോസ്റ്റ് സെല്ലിനെ നശിപ്പിക്കും. അങ്ങനെ നമുക്ക് പല രോഗങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സ്റ്റാൻലി കണ്ടുപിടിച്ചതാണ് വൈറസ് ഇനേർട്ട് ആണ്. ലാർജ് എമൗണ്ട് പ്രോട്ടീൻ ക്രിസ്റ്റൽസ് നമുക്ക് ഈ വൈറസിൽ കാണാൻ സാധിക്കും. പിന്നെ അദ്ദേഹം അവസാനമായി കണ്ടുപിടിച്ചത് ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ആണ്. ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് പറഞ്ഞാൽ ഒരു ഹോസ്റ്റ് സെല്ല് അതിന്റെ ലൈഫ് സൈക്കിളിൽ എന്തായാലും അത്യാവശ്യമാണ്. ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് എന്ന് ഇദ്ദേഹം പറയാൻ കാരണം അതിന് ജീവിക്കാൻ, അതിന്റെ ലൈഫ് സൈക്കിൾ കൊണ്ടുപോകാൻ ഒരു ഹോസ്റ്റ് സെല്ല് അതിന് എന്തായാലും കൂടി തീരും. അതിന്റെ റീപ്രൊഡക്ഷൻ നടത്താനും അതിന്റെ പല കാര്യങ്ങൾക്കായിട്ട് ഒരു ഹോസ്റ്റ് സെല്ല് ഉണ്ടായേ തീരും. അപ്പോൾ നമ്മൾ W സ്റ്റാൻലി കണ്ടുപിടിച്ചതാണ് വൈറസ് ആർ ഇനേർട്ട്, വൈറസ് ആർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ്, വൈറസ് ആർ പ്രോട്ടീൻ ക്രിസ്റ്റൽസ്. പല തരത്തിലുള്ള പ്രോട്ടീൻ ക്രിസ്റ്റൽസ് കാണാൻ സാധിക്കും. അപ്പോൾ പല തരത്തിലുള്ള സയൻസ് വൈറസിനെ കുറിച്ച് പഠിച്ച പല കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വൈറസ് പ്രോട്ടീനിന് പുറമെ നമ്മുടെ ഈ വൈറസിൽ DNA അല്ലെങ്കിൽ RNA എന്ന ജനറ്റിക് മെറ്റീരിയൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു വൈറസിനും ഈ രണ്ട് ജനറ്റിക് മെറ്റീരിയൽ ഒരുമിച്ച് കാണാൻ സാധിക്കില്ല. DNAയും RNAയും ഒരുമിച്ച് നമുക്ക് ഏത് വൈറസിനും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ഈ വൈറസ് ന്യൂക്ലിയോ പ്രോട്ടീൻ ആണ്. നമ്മുടെ ഈ വൈറസിലുള്ള പ്രോട്ടീനും നമ്മുടെ ഈ ന്യൂക്ലിക് ആസിഡും തമ്മിലൊരു ബോണ്ട് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈ വൈറസിനെ ന്യൂക്ലിയോ പ്രോട്ടീൻ എന്ന് പറയുക. നമ്മുടെ ഈ വൈറസിന് കാണാൻ സാധിക്കുന്ന ന്യൂക്ലിക് ആസിഡും നമ്മുടെ പ്രോട്ടീനും തമ്മിലൊരു ബോണ്ട് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ വൈറസിന് ന്യൂക്ലിയോ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ആ ന്യൂക്ലിയോ പ്രോട്ടീനിൽ ആ ജനറ്റിക് മെറ്റീരിയൽ DNA അല്ലെങ്കിൽ RNA ആണ് നമ്മുടെ ഈ ഹോസ്റ്റ് സെല്ലിൽ കയറുമ്പോൾ ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻ. ആ DNA അല്ലെങ്കിൽ RNA ആണ് ഇൻഫെക്ടേഴ്സ്. അപ്പോൾ
അത്രയാണ് നമുക്ക് ഈ വൈറസിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ വൈറസിലെ പ്ലാന്റ്സില് ഡബിൾ സ്റ്റാൻഡ് അല്ല സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആയിരിക്കും കൂടുതലായിട്ടും നമ്മുടെ പ്ലാന്റ്സിലൊക്കെ കാണാൻ സാധിക്കുക. പ്ലാന്റ്സിന്റെ ജനറ്റിക് മെറ്റീരിയൽ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആയിരിക്കും. നമ്മുടെ അനിമൽസിലാകട്ടെ ഒന്നില്ലെങ്കിൽ സിംഗിൾ സ്റ്റാൻഡ് അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡ് RNA ആയിരിക്കും. ചിലത് സിംഗിൾ സ്റ്റാൻഡ് ആയിരിക്കും, ചില ഡബിൾ സ്റ്റാൻഡ് RNA ആയിരിക്കും, പിന്നെ ചിലത് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആയിരിക്കും കാണാൻ സാധിക്കുക ഏതിലും നമ്മുടെ അനിമൽസിൽ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്ടീരിയോഫേജ് എന്ന ഒരു വൈറസ് ഇൻഫെക്റ്റിംഗ് ബാക്ടീരിയത്തെ കുറിച്ചാണ്. വൈറസ് ദാറ്റ് ഇൻഫെക്ട് ബാക്ടീരിയ, അതിനെയാണ് നമ്മൾ ബാക്ടീരിയോഫേജ് എന്ന് പറയുക. അപ്പോൾ ബാക്ടീരിയോഫേജിൽ കാണാൻ സാധിക്കുക ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ് നമുക്ക് ബാക്ടീരിയോഫേജിൽ കാണാൻ സാധിക്കുക. ഒരു പ്രോട്ടീൻ കോട്ട് ബാക്ടീരിയോഫേജിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ക്ലിയർ ആയിട്ട് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിന് പുറമെ ഉണ്ടാകുന്ന ഒരു പ്രോട്ടീൻ കോട്ടിനെ നമ്മൾ ക്യാപ്സിഡ് എന്ന് പറയും. അപ്പോൾ ഈ ക്യാപ്സിഡ് പല തരത്തിലുള്ള സബ് യൂണിറ്റ്സ് ചേർന്നാണ് നമ്മുടെ ഈ പ്രോട്ടീൻ കോട്ടായി ക്യാപ്സിഡ് ഉണ്ടാവുക. അപ്പോൾ പല തരത്തിലുള്ള സബ് ഡിവിഷനെയാണ്, സബ് യൂണിറ്റ്സിനെയാണ് നമ്മൾ ക്യാപ്സോമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാപ്സോമേഴ്സ് എന്ത് ചെയ്യും? നമ്മുടെ ന്യൂക്ലിക് ആസിഡ്, നമ്മുടെ ഈ ബാക്ടീരിയോഫേജിലുള്ള ന്യൂക്ലിക് ആസിഡിനെ പ്രൊട്ടക്ട് ചെയ്യും. അതാണ് നമ്മുടെ ഈ ക്യാപ്സോമേഴ്സ്. പല സബ് യൂണിറ്റ്സ് ചേർന്നുണ്ടായ നമ്മുടെ ഈ ക്യാപ്സോമേഴ്സിന്റെ പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂക്ലിക് ആസിഡിനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നത് മാത്രമാണ്. പിന്നെ പറയാനുള്ളത് ഒരു ഹെലിക്കൽ ഷേപ്പ് അല്ലെങ്കിൽ പോളിഹെഡ്രൽ, അങ്ങനെ രണ്ട് ഷേപ്പിലാണ് നമ്മുടെ ഈ ബാക്ടീരിയോഫേജിലുള്ള ഈ ക്യാപ്സോമേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി പറയാനുള്ളത് നമ്മുടെ ഈ വൈറസിലെ കുറച്ച് ഡിസീസസിന്റെ കുറച്ച് പേരുകളാണ്. അതെങ്ങനെ പറയാം, നമ്മുടെ ഈ കൊറോണ വൈറസ് അല്ലെങ്കിൽ COVID-19. പിന്നെ പറയാനുള്ളത് നമ്മുടെ എയ്ഡ്സ്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനൊക്കെ ബാധിക്കുന്ന അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന പേരുള്ള നമ്മുടെ എയ്ഡ്സ്. പിന്നെ പറയാനുള്ളത് നമ്മുടെ മംസ് എന്ന വീക്കം, പല തരത്തിലുള്ള വീക്കം, നമ്മുടെ ഈ താടി വീക്കം എന്ന പല രോഗങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. അതൊക്കെ നമ്മുടെ ഈ വൈറസ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ്. പിന്നെ ഉള്ളത് സ്മോൾ പോക്സ്, നമ്മുടെ വസൂരി എന്ന് പറയും. പിന്നെ ഹെർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചൊറി, നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ചൊറി, അതൊക്കെ പല തരത്തിലുള്ള വൈറസ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. പിന്നെ പറയുന്നത് ഇൻഫ്ലുവൻസ, നമ്മുടെ പകർച്ചപ്പനി, പല തരത്തിലുള്ള പനികൾ, അതൊക്കെ നമ്മുടെ ഈ വൈറസ് കൊണ്ട് ഉണ്ടാകുന്ന പല തരത്തിലുള്ള രോഗങ്ങളാണ്. പിന്നെ പ്ലാന്റ്സിന് ഉണ്ടാകുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ മൊസൈക് ഫോർമേഷൻ ആയിരിക്കും, പിന്നെ അല്ലെങ്കിൽ ലീഫ് ലോഡിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചുരുണ്ടു മടങ്ങി പോകുക, അല്ലെങ്കിൽ ലീഫ് കേർഡിങ് ആയിരിക്കും, മടങ്ങി പോകുക, അല്ലെങ്കിൽ വെയിൻസ് ക്ലിയറിങ്, ലീവ്സിലുള്ള വെയിൻസ് കാണാതാവുക, അല്ലെങ്കിൽ യെല്ലോയിഷ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഈ ലീഫൊക്കെ മഞ്ഞളിച്ച് പോവുക, പിന്നെ ഡോർഫിസം, പ്ലാന്റ്സ് ഒക്കെ മുരടിച്ചു പോവുക എന്ന രോഗങ്ങളൊക്കെ കാരണം നമ്മുടെ പ്ലാന്റ്സിൽ ഉണ്ടാകുന്ന രോഗങ്ങളൊക്കെ കാരണം നമ്മുടെ ഈ വൈറസാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈറസ് കഴിഞ്ഞും വൈറോയിഡ്സ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ വൈറോയിഡ്സ് എന്ന് പറഞ്ഞാൽ വൈറസ് ലൈക്ക്, വൈറസിനെ പോലെ എന്നാണ് നമ്മുടെ ഈ ടോപ്പിക്ക് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ വൈറോയിഡ്സ് ഡിസ്കവേർഡ് ചെയ്തത് 1971 ടിയോ ഡൈനിയർ എന്ന സയന്റിസ്റ്റ് ആണ് ഇത് ഡിസ്കവേർഡ് ചെയ്തത്. അപ്പോൾ ഇത് ഫ്രീ RNA ആണ്. നമ്മുടെ ഈ വൈറോയിഡ്സിൽ RNA നെഗ്ലിജിബിൾ ആണ്, കൂടുതലായിട്ട് കാണാൻ സാധിക്കില്ല. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ വൈറസിലൊക്കെ കാണാൻ സാധിക്കുന്ന പ്രോട്ടീൻ കോട്ട് നമ്മുടെ ഈ വൈറോസിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ വൈറോസിൽ കാണുന്ന ചില വൈറോസിൽ നമ്മുടെ RNA പ്രസന്റ് ആണ്. RNA പ്രസന്റ് ആണെങ്കിൽ പോലും വൈറസിനെക്കാളും ചെറുതാണ് നമ്മുടെ ഈ വൈറോസ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ വൈറസിലും RNA ഉണ്ട്. അപ്പോൾ വൈറസിനെക്കാളും ചെറുതാണെങ്കിൽ ഇതിന്റെ RNA എത്രത്തോളം ചെറുതായിരിക്കുമെന്ന് നമുക്കൊരു കോമൺ സെൻസ് കൊണ്ട് ആലോചിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഈ വൈറോസിൽ ഉണ്ടാകുന്ന RNA നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അതിന്റെ മോളിക്കുലർ വെയിറ്റ് എത്രത്തോളം ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. വൈറസിനെക്കാളും വൈറസേ ചെറുതാണ്. അപ്പോൾ വൈറസിനെക്കാളും വൈറോസ് ചെറുതാണെന്ന് പറയുമ്പോൾ അതിന്റെ RNA മെഷർ ചെയ്ത് അതിന്റെ RNA കണ്ടുപിടിക്കണമെങ്കിൽ ഭയങ്കര പണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ RNA നെഗ്ലിജിബിൾ ആയതുകൊണ്ടാണ് നമ്മൾ ഈ വൈറോസിന്റെ ടോപ്പിക്കിൽ ഫ്രീ RNA എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ടോപ്പിക്കാണ് നമ്മുടെ ഈ വൈറോസ്. അത് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരെന്ന് ഓർത്തു വയ്ക്കുക. 1971 ടിയോ ഡൈനിയർ ആണ് നമ്മുടെ ഈ വൈറോസ് കണ്ടുപിടിച്ചത്. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു ഡിസീസാണ് പൊട്ടാറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. നമ്മുടെ ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കാണാൻ ഡിസീസസ് ഉണ്ടാക്കുന്ന പൊട്ടാറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് നമ്മുടെ ഈ വൈറോസ് കൊണ്ടുണ്ടാക്കുന്ന ഒരു രോഗമാണ്. ഈ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈക്കൻസ് ആണ്. ലൈക്കൻസിനെ പറ്റി ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ചാപ്റ്ററിന്റെ അവസാനം എത്തുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയം വന്നെത്തി. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈക്കൻസ് ആണ്. ലൈക്കൻസ് എന്ന് പറഞ്ഞാൽ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ആൽഗി ആൻഡ് ഫംഗി. നമ്മുടെ ഈ ആൽഗിയുടെയും ഫംഗിയുടെയും ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ്. സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ മ്യൂച്വലി ബെനിഫിറ്റ് ഫോർ ദ ടു ഓർഗാനിസംസ്. രണ്ടിനും ബെനിഫിറ്റ് ആണ്, രണ്ടിനും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. മ്യൂച്വലി യൂസ്ഫുൾ ഫോർ ബോത്ത് അസോസിയേഷൻ, രണ്ട് അസോസിയേഷനും മ്യൂച്വലി യൂസ്ഫുൾ ആയിരിക്കും.
ആ അസോസിയേഷനാണ് നമ്മൾ സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് പറയുക. അപ്പൊ ഈ ലൈക്കൺ എന്നത് ആൽഗി ആൻഡ് ഫംഗിയുടെ സിംബയോട്ടിക് അസോസിയേഷൻ ആണ്. അപ്പോ ഈ ആൽഗൽ കമ്പോണന്റിനെ നമ്മൾ ഫൈക്കോബയോണ്ട് എന്ന് പറയും. പിന്നെ നമ്മുടെ ഈ ഫംഗൽ കമ്പോണന്റിനെ നമ്മൾ മൈക്കോബയോണ്ട് എന്ന് പറയും. നമ്മുടെ ഈ ലൈക്കൻസിൽ കാണാൻ സാധിക്കുന്ന ആൽഗയും ഫംഗിയും സിംബയോട്ടിക് റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ലൈക്കൺ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഈ ആൽഗൽ കമ്പോണന്റിനെ നമ്മൾ ഫൈക്കോബയോണ്ട് എന്നും ഫംഗൽ കമ്പോണന്റിനെ നമ്മൾ മൈക്കോബയോണ്ട് എന്നും പറയും. അപ്പോൾ നമ്മുടെ ഈ ആൽഗെ ഫുഡ് പ്രിപ്പയർ ചെയ്യും ആർക്ക് വേണ്ടി? നമ്മുടെ ഫംഗിക്ക് വേണ്ടി. നമ്മുടെ ഈ ആൽഗെ എങ്ങനെയാണ് ഇവരുടെ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സിംബയോട്ടിക് അസോസിയേഷൻ എങ്ങനെയാണ് നടന്നു പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഈ ആൽഗെ പ്രിപ്പയർ ഫുഡ് ഫോർ ഫംഗി. ഫംഗിക്ക് വേണ്ടി നമ്മുടെ ഈ ആൽഗെ ഫുഡ് പ്രിപ്പയർ ചെയ്യും. ഫംഗി എന്ത് ചെയ്യും? ഫംഗി പ്രൊവൈഡ് ഷെൽട്ടർ ഫോർ ആൽഗെ ആൻഡ് അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ്. നമ്മുടെ ഈ ആൽഗയ്ക്ക് വേണ്ടി നമ്മുടെ ഈ ഫംഗി ഷെൽട്ടർ, ഒരു വീട് പ്രൊവൈഡ് ചെയ്യുകയും അതിന് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള ആവശ്യമായ മിനറൽസും വാട്ടറും എല്ലാം വലിച്ചെടുത്ത് നമ്മുടെ ഈ ആൽഗയ്ക്ക് നൽകുന്നു. അപ്പോൾ രണ്ടിനും ബെനിഫിറ്റ് ആണ്, രണ്ടിനും ഹാംഫുൾ അല്ല. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആണ് നമ്മുടെ ഈ ലൈക്കൻസിൽ നമ്മുടെ ഈ ആൽഗയും ഫംഗിയും തമ്മിലുള്ള ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ലൈക്കൻസ്, സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ആൽഗി ആൻഡ് ഫംഗി. അപ്പോൾ മ്യൂച്വലി ബെനിഫിറ്റ് ആണ്. പിന്നെ പറയാനുള്ളത് നമ്മുടെ ഈ ലൈക്കൻസ് എന്ന് പറഞ്ഞ പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. നമ്മുടെ ഈ പൊല്യൂട്ടഡ് ഏരിയാസിലൊന്നും, നമ്മുടെ ഈ ടൗണിലൊന്നും നമുക്ക് ഈ ലൈക്കനെ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ലൈക്കൻ ഒരു ഗുഡ് പൊല്യൂട്ടഡ് ഇൻഡിക്കേറ്റർ ആണ്. നമ്മുടെ ഈ പൊല്യൂട്ടായ ഏതെങ്കിലും സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വെച്ചാൽ നമ്മുടെ ഈ ലൈക്കൻ പെട്ടെന്ന് അത് ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഒരു ഗുഡ് പൊല്യൂട്ടഡ് ഇൻഡിക്കേറ്റർ ആണ് നമ്മുടെ ഈ ലൈക്കൻ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രയോൺസ് ആണ്. നമ്മുടെ സപ്ലിമെന്ററി മെറ്റീരിയൽ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അവസാന ടോപ്പിക്കാണ്. നമ്മൾ സപ്ലിമെന്ററി മെറ്റീരിയൽ കാണാൻ സാധിക്കുന്ന നമ്മുടെ പ്രയോൺസ് എന്ന ചെറിയൊരു ടോപ്പിക്കാണ്. അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻ എന്നാണ് നമ്മുടെ ഈ പ്രയോൺസിന് നൽകിയിരിക്കുന്ന ഡെഫിനിഷൻ. പ്രയോൺസ് എന്നത് ഒരു ഇൻഫെക്ടസ്, പലതരത്തിലുള്ള ന്യൂറോളജിക്കൽ ഡിസീസിനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഒരു ഏജന്റിനെ ആവശ്യമാണ്. ആ ഏജന്റ് ആണ് നമ്മുടെ ഈ പ്രയോൺസ്. ന്യൂറോളജിക്കൽ ഡിസീസിനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ട ആവശ്യമായ ഏജന്റിനെയാണ് നമ്മുടെ ഈ പ്രയോൺസ് എന്ന് പറയുക. അപ്പൊ നമ്മുടെ ഈ പ്രയോൺസ് അബ്നോർമൽ ഫോൾഡഡ് പ്രോട്ടീൻ ആണ്. ഒരു ഫോൾഡഡ് പ്രോട്ടീൻ സ്ട്രക്ചർ ആണ് നമ്മുടെ ഈ പ്രയോൺസിൽ നമുക്ക് കാണാൻ സാധിക്കുക. വൈറസിനെ പോലെ സിമിലർ ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഈ പ്രയോൺസ്. അപ്പോൾ ഈ പ്രയോൺസ് ഉണ്ടാക്കുന്ന ഡിസീസ് ആണ്, നമ്മുടെ ഹ്യൂമനിൽ ഉണ്ടാക്കുന്ന ഡിസീസ് ആണ് CJD. CJD എന്ന് പറഞ്ഞ CR ജേക്കബ് ഡിസീസ്, നമ്മുടെ ഹ്യൂമൻസിലേക്ക് ഉണ്ടാക്കുന്ന CR ജേക്കബ് ഡിസീസ് നമ്മുടെ ഹ്യൂമൻസിൽ ഉണ്ടാക്കുന്ന ഒരു പ്രയോൺസിനുള്ള ഒരു ഡിസീസിനുള്ള ഒരു എക്സാമ്പിൾ ആണ്. പിന്നുള്ളത് BSE, ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപാത്തി. BSG, ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപാത്തി. BSG അല്ല, BSE, ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപാത്തി. നമ്മുടെ ഈ കാറ്റിൽസിൽ, നമ്മുടെ ഈ കന്നുകാലിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് നമ്മുടെ BSE, ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപാത്തി. അപ്പോൾ ഇത് CJD നമ്മുടെ ഹ്യൂമൻസിൽ ഉണ്ടാക്കുന്ന ഡിസീസും BSE നമ്മുടെ കാറ്റിൽ റിയറിംഗ്, നമ്മുടെ ഈ കന്നുകാലിലൊക്കെ ഉണ്ടാക്കുന്ന ഡിസീസാണ്. എന്തുകൊണ്ട്? നമ്മുടെ പ്രയോൺസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഹ്യൂമൻസിലെയും കാറ്റിൽ റിയറിംഗിലും ഉണ്ടാക്കുന്ന രണ്ട് ഡിസീസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഒരു വലിയൊരു ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനെ പറ്റി പറയാം. അപ്പോൾ നമ്മുടെ ഈ പ്രയോൺസ് എന്ന ചെറിയൊരു ടോപ്പിക്കോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ ഇന്ന് അവസാനിക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ എങ്ങനെ നമുക്ക് കവർ ചെയ്ത് കൊണ്ടുപോവുക എന്ന ചെറിയൊരു ക്ലാസ് ആണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോൾ അടുത്ത വീഡിയോ എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാൻ വീണ്ടും. താങ്ക് യു.